നമസ്കാരം. RPF എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ RPFൻ്റെ റീസണിങ്ങിൻ്റെ ക്ലാസ്സുകളൊക്കെ നേരത്തെ നമ്മൾ കുറേ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും അത് വാച്ച് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. നമ്മുടെ റീസണിങ്ങിനകത്താണ് ഈ ടോപ്പിക് ഉള്ളത്. നമ്മുടെ RPFന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇൻഇക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആ ടോപ്പിക്ക് എങ്ങനെയാണ് നമുക്കത് പഠിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇൻഇക്വാളിറ്റി എന്ന് പറയുമ്പം അവിടെ നമുക്ക് മെയിനായിട്ട് കുറച്ച് സിമ്പിൾസ് അറിയണം. നിങ്ങൾ പണ്ട് തൊട്ട് കേട്ടുള്ള സിമ്പിൾസാണ്, പക്ഷേ അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയണം. ഈ ഒരു സിമ്പിൾ നമ്മൾ പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ എന്നുള്ളതാണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾക്ക് അറിയാം, ലെസ് ദാൻ ആണ് ഈക്വൽ ടു. ഇനി ലെസ് ദാനും ഈക്വൽ ടു ഒരുമിച്ച് വരുമ്പോൾ നമ്മളെന്ത് പറയും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയും. ഗ്രേറ്റർ ദാനും ഈക്വൽ ടു ഒരുമിച്ച് വരുമ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയും. ഇത് നമ്മൾ പണ്ട് തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. അന്ന് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു വാ ഓപ്പണായിട്ടിരിക്കുന്ന എവിടെയാണോ അത് വലുതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഓർത്തൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് ഇവരുടെ ഒരു കോമ്പിനേഷനാണ്. ഈ ഒരു സൈനുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ റിസൾട്ടൻ്റായിട്ട് എന്താണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയയിലാണ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തരും, എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡായിട്ട് കുറച്ച് കൺക്ലൂഷൻ തരും. അപ്പോൾ അവിടെ റിസൾട്ടൻ്റായിട്ട് എന്ത് വരുമെന്ന് അറിഞ്ഞാൽ ആ കൺക്ലൂഷൻ കറക്റ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ, ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവിടെ റിസൾട്ടൻ്റായിട്ട് വരുന്ന ആ ഒരു ഐഡിയ എന്താണെന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ ദിശ അക്കാഡമി ദിശ ആപ്പ് വഴിയായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ്. RPF എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ റിസൾട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുകയാണെങ്കിൽ ഒരേപോലുള്ള രണ്ട് സൈനുകളാണ് കൂടി ചേരുന്നതെങ്കിൽ, ഇപ്പോൾ ലെസ് ദാനും കൂടാണ് ചേരുന്നതെങ്കിൽ റിസൾട്ടൻ്റായിട്ട് വരുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ആണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് ABC ഇവർ മൂന്ന് പേരും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെ കാണിക്കുകയാണ്. ലെസ് ദാൻ എന്നുള്ള രീതിയിൽ കാണിച്ചാൽ ഇവിടെ എയും സിയും തമ്മിൽ ഉള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. ഇവിടെ രണ്ട് ലെസ് ദാൻ, അതായത് ഇപ്പോൾ എയും ബിയും തമ്മിൽ ലെസ് ദാൻ ആണ്, ബിയും സിയും തമ്മിലും ലെസ് ദാൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ ഈ ലെസ് ദാനും ഈ ലെസ് ദാനോടെ കൂടി ചേരുമ്പം റിസൾട്ടൻ്റായിട്ട് വരുന്ന ലെസ് ദാൻ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാം എയും സിയും തമ്മിൽ എന്ത് തന്നെ ആയിരിക്കും? ലെസ് ദാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത്. അതായത് മൂന്ന് പേരെ തന്നിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകണമെങ്കിലാണ് റിസൾട്ടൻ്റ് എന്താണെന്ന് അറിയേണ്ടത്. ഇതിപ്പോൾ മൂന്ന് പേരാവണമെന്നില്ല, 4, 5, 6 പേരൊക്കെ വരാം. അവിടെ എല്ലാം നമ്മൾ ഈ ഒരു രീതിയിലാണ് നോക്കുന്നത്. ഇപ്പോൾ 4 പേരാണെങ്കിലോ, 4 പേരാണെങ്കിൽ ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഡിയോട് ഉണ്ടെന്ന് വെച്ചോ, ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇവർ രണ്ടുപേരുടെ റിസൾട്ടൻ്റ് എടുക്കുന്നു. ഓക്കെ, എന്ത് വരും? ലെസ് ദാൻ വരും. അതുമായിട്ട് ഇതിനെ ചേർക്കും. ക്ലിയർ? അതും ഇതും കൂടെ ചേർന്നാൽ ഈ റിസൾട്ടൻറ്റും ഇവിടെ വരുന്ന സൈനും കൂടെ ചേർന്നാൽ എന്താണ് റിസൾട്ടൻ്റ് വരുന്നതെന്ന് നോക്കും. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരേപോലുള്ള രണ്ട് സൈനുകൾ ചേർന്നാൽ റിസൾട്ടൻ്റായിട്ട് വരുന്ന എന്താണ്? ആ സൈൻ തന്നെയാണ്. എല്ലാവരുടെയും കേസിൽ അങ്ങനെയാണ്. അതായത് ഗ്രേറ്റർ ദാൻ വന്നാലും ഇതേപോലെ വരും. എന്താണ് റിസൾട്ടൻ്റ് ചോദിച്ചാൽ ഗ്രേറ്റർ ദാൻ ആണ്. ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം. എന്തായാലും രണ്ടുപേര് തമ്മിൽ ഈക്വൽ ആണെങ്കിൽ എന്തായാലും റിസൾട്ടൻ്റായിട്ട് വരുന്നത് ഈക്വൽ ആയിരിക്കും. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടുവും ചേർന്നാലും എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇത് എന്താണ് പറഞ്ഞത്? ഒരേപോലത്തെ രണ്ട് സൈനുകൾ അടുപ്പിച്ച് വന്നാൽ റിസൾട്ടൻ്റായിട്ട് വരുന്നത് എന്താണ്? ആ സൈൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് മനസ്സിൽ വെക്കുക. ഒരേപോലുള്ള രണ്ട് സൈനുകൾ അടുപ്പിച്ച് വന്നാൽ റിസൾട്ടൻ്റായിട്ട് വരുന്നത് എന്താണ്? ആ സൈൻ തന്നെയാണ്. ഓക്കെ, ഇനി ഈക്വൽ വരുന്ന കേസാണ് പറയുന്നത്. ഈക്വൽ വരുന്നത് ഇപ്പോൾ ഒരു സൈനും അതിൻ്റെ കൂടെ ഈക്വലും കൂടെ ചേർന്നാൽ എന്താണെന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ റിസൾട്ടൻ്റായിട്ട് വരുന്നത് ആ സൈൻ തന്നെയാണ്. അതായത് ഇപ്പോൾ ലെസ് ദാനും ഈക്വൽ ടുവും കൂടാണ് നമ്മൾ റിസൾട്ടൻ്റ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എന്താണ്? ലെസ് ദാൻ ആണ്. ഈക്വൽ ടു അല്ല, ലെസ് ദാൻ ആണ്. ഇപ്പം ഗ്രേറ്റർ ദാനും ഈക്വൽ ടുവും കൂടെ ആണെങ്കിലോ ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ആണ്. നമ്മൾ ഓർഡർ മാറിയാലും ഇതിന് മാറ്റമൊന്നുമില്ല. അതായത് ആദ്യം ഈക്വൽ വന്നിട്ട് പിന്നെ ലെസ് ദാൻ വന്നാലും റിസൾട്ടൻറ്റിന് മാറ്റമൊന്നുമില്ല. ഇവിടെ ഓർഡറിന് വലിയ പ്രാധാന്യമില്ല. ഓർഡർ എങ്ങനെ വന്നാലും കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിൽ വെക്കുക. അപ്പം ഒരു സൈനും ഈക്വലും കൂടെ ചേർന്നാൽ എന്താണ്? അതേ സൈൻ തന്നെയാണ്. അത് എല്ലാവരുടെയും കേസിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൂടെ ചേർന്നാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ് വരുന്നത്. ലെസ് ദാൻ ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈക്വലും ചേർന്നാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈക്വലും ചേർന്നാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ അങ്ങനെയാണ് ഈക്വലും ചേർന്ന് നിങ്ങൾക്ക് അറിയാം. ഈക്വൽ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. എന്താണ്? ഈക്വൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കേസാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു ലെസ് ദാനും ഒരു ലെസ് ദാനും ഈക്വൽ ടുവും കൂടെ ചേർന്നാൽ, ഓക്കെ,
എന്താണ് വരുന്നതെന്ന് ചോദിച്ചാൽ ലെസ് ദാൻ ആണ് വരുന്നത്. ക്ലിയർ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ചേർന്നാൽ ലെസ് ദാൻ ആണ് വരുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല. ക്ലിയർ ആണ്. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൂടെ ചേർന്നാലോ അന്നേരം വരുന്നത് ഗ്രേറ്റർ ദാൻ ആണ്. ആ ഈക്വൽ ടു എന്നുള്ള സൈൻ എന്താവും നമുക്കവിടെ റിസൾട്ടൻറ്റിൽ വരില്ല. ക്ലിയർ ആണ്. ഇവിടെയും ഓർഡർ മാറിയാലും ആൻസറിന് മാറ്റമൊന്നുമില്ല, അത് മനസ്സിൽ വെക്കുക. ഇനി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സൈനുകളാണ് വരുന്നതെങ്കിലോ, ഇപ്പോൾ ലെസ് ദാനും ഗ്രേറ്റർ ദാനും കൂടെ ആണ് ചേർന്ന് വരുന്നതെങ്കിൽ ദെൻ അവിടെ എന്താണ് റിസൾട്ടൻ്റ് എന്ന് വെച്ചാൽ അവിടെ നോ റിസൾട്ടാണ്. ക്ലിയർ ആണ്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ലെസ് ദാൻ ബി ഗ്രേറ്റർ ദാൻ സി. ഇവിടെ എയും സിയും തമ്മിൽ ഉള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, നോ റിസൾട്ടാണ്. ക്ലിയർ ആണ്. അവിടെ എയും സിയും തമ്മിൽ നമുക്ക് ഉറപ്പിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈനുകൾ വന്നാൽ നോ റിസൾട്ടാണ്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാലും ഇതേ റിസൾട്ട് തന്നെ, നോ റിസൾട്ട് എന്നുള്ളതാണ്. അതേപോലെ ലെസ് ദാനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാലും, അതായത് ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒരുമിച്ച് വന്നാൽ എന്താണ് അവിടെ നോ റിസൾട്ടാണ്. ഇവിടെ ഈക്വൽ ടു കൂടെ ഉണ്ടെങ്കിൽ പോലും എന്താണ് നോ റിസൾട്ടാണ് എന്നുള്ളത് മനസ്സിൽ വെക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ ഒരു ഇൻഇക്വാളിറ്റി ബേസ് ചെയ്ത് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയാം, ഒരേ സൈനുകൾ അടുപ്പിച്ച് വന്നാൽ എന്താണ് അതേ സൈൻ തന്നെയാണ് റിസൾട്ടൻ്റായിട്ട് വരുന്നത്. ദെൻ ഒരു സൈനും ഈക്വലും കൂടെ ചേർന്നാൽ എന്താണ് ആ സൈനാണ്, ഏത് സൈനാണോ നമ്മൾ ഈക്വലിൻ്റെ കൂടെ റിസൾട്ടൻ്റ് എടുക്കുന്നത് അതാണ് ഫൈനൽ റിസൾട്ടായിട്ട് വരുന്നത്. ഓക്കെ. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ഓർഡർ പ്രശ്നമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ തിരിഞ്ഞു വന്നാലും, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആദ്യം വന്നിട്ട് ദെൻ ലെസ് ദാൻ വന്നാലും എന്താണ് റിസൾട്ടൻ്റ് ലെസ് ദാൻ ആണ്. അപ്പോൾ ഓർഡർ മാറിയാലും മാറ്റമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓപ്പോസിറ്റ് ആൾക്കാർ വന്നാൽ നോ റിസൾട്ട്. ഓക്കെ. ഇനി ഒരു കാര്യമായിട്ട് നിങ്ങൾ അറിയാനുള്ളത്, ഇപ്പോൾ നമുക്കറിയാം 8 ഗ്രേറ്റർ ദാൻ 6 കറക്റ്റ് ആണല്ലോ. 8 ഈസ് ഗ്രേറ്റർ ദാൻ 6 ആണ്. ഇനി 6 ആദ്യവും 8 രണ്ടാമതുമാണ് എഴുതുന്നതെങ്കിലോ അന്നേരം നമ്മൾ ഈ സൈൻ എങ്ങനെ മാറും? ഇത് 8ൻ്റെ നേരെയല്ലേ ഓപ്പൺ ആയിട്ടിരിക്കണ്ടേ? അതായത് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പം എ ഗ്രേറ്റർ ദാൻ ബി ആണ്, ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ഇവിടെ ആദ്യം ബി എഴുതിയിട്ട് രണ്ടാമത് എ എഴുതുവാണെങ്കിൽ ഓക്കെ ഈ സൈൻ എങ്ങനെ ആവും? റിവേഴ്സ് ആവും. ക്ലിയർ ആയി? ഇത് റിവേഴ്സ് ആവും, ഇങ്ങനെ ആവും. ശരിയല്ലേ? അപ്പോൾ എപ്പോഴും നിങ്ങളിവിടെ ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ഇവിടെ നമ്മൾ ആർക്ക് നേരെയാണോ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? എയുടെ നേരെയല്ലേ? അപ്പോൾ ഇത് ആദ്യം ബി എഴുതിയിട്ട് രണ്ടാമത് എങ്ങനെ എഴുതിയാലും എപ്പോഴും ആരുടെ നേരെ ഇത് ഓപ്പൺ ആയിട്ട് ഇരിക്കാവും? എയുടെ നേരെ ഓപ്പൺ ആയിട്ടിരിക്കാവും. ഇത്ര മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ആരുടെ നേരെയാണോ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് അത് എപ്പോഴും മാറാതെ തന്നെ ആ ആളുടെ നേരെ തന്നെ എപ്പോഴും എന്തായിട്ടിരിക്കണം? ഓപ്പൺ ആയിട്ടിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, അത് ബേസ് ചെയ്തിട്ട് കുറച്ച് കൺക്ലൂഷൻ തരും, അതിൽ ആരെ ഫോളോ ചെയ്യത്തില്ല എന്നുള്ള ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് കണ്ടുപിടിക്കണം. ഓക്കെ. RPF-ൻ്റെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം പറഞ്ഞേക്കുന്നത് എന്താണ്? W ഗ്രേറ്റർ ദാൻ യു. നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണ്? ഇവിടെ നമുക്ക് ഈ ഒരു തന്നേക്കുന്ന ഓർഡറിൽ ആദ്യം യുവും പിന്നെ W ആണ്. നിങ്ങൾ അങ്ങനെ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? അവർ പറഞ്ഞേക്കുന്നത് ശരിയാണോ നോക്കിയാൽ പോരെ. ഇപ്പോൾ ആ പറഞ്ഞേക്കുന്ന ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ ദാണ്ട് യു ഈക്വൽ വി ഇങ്ങനെയാണല്ലോ കിടക്കുന്നത്. ഇപ്പം നമുക്ക് യുവിനെയും ഡബ്ല്യുവും തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ അവിടെ എടുക്കുകയാണെങ്കിൽ യു ഈ ഈക്വലും എന്താ ലെസ് ദാനോട് ചേരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു സൈന് ലെസ് ദാനോട് ചേർന്ന എന്താണ്? സൈൻ തന്നെയാണ്. അപ്പോൾ ഇവരുടെ റിസൾട്ട് എന്ത് വരും? ഇങ്ങനെയാണ് വരും. പക്ഷെ നമ്മുടെ കൺക്ലൂഷനകത്ത് എന്താണ്? ആദ്യം W രണ്ടാമത് യു ആണ്. നിങ്ങളവിടെ പ്രത്യേകം ഒന്നും ചെയ്യേണ്ട, ഇത് മാറ്റി തിരിച്ചെഴുതണമെന്നൊന്നുമില്ല. ഇവിടെ നോക്കിയാൽ മതി എന്താണ് ആരുടെ നേരെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളത് എന്താണ്? ഡബ്ല്യുവിൻ്റെ നേരെയാണ് ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അവർ തന്നേക്കുന്ന കൺക്ലൂഷനിൽ ആരുടെ നേരെയാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? ഡബ്ല്യുവിൻ്റെ നേരെയാണ്. അതായത് ഫസ്റ്റ് കൺക്ലൂഷൻ എന്താണ്? ശരിയാണ്. ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്? അതിൽ നിന്ന് മാറ്റി എഴുതുക. അതായത് ആദ്യം ഡബ്ല്യുവിനെ രണ്ടാമത് യുവിനെ എഴുതുമ്പോൾ ആരുടെ നേരെയാണ് ഓപ്പൺ? ഡബ്ല്യുവിന് നേരെയല്ലേ? അപ്പോൾ ഇത് മാറ്റി എഴുതിയാൽ ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ഒരു കൺക്ലൂഷന് പറഞ്ഞ എന്താണ്? ശരിയാണ്. ഇതേപോലെ ആരെ നോക്കണം? ഇസഡ് യു. അപ്പോൾ ഇവിടെ നമ്മുടെ ഓർഡർ അനുസരിച്ച് ആദ്യം യുവും പിന്നെ ഇസഡും ആണ്. അപ്പോൾ നിങ്ങൾ അതേ രീതിയിൽ എടുത്തിട്ട് അത് ശരിയാണോ നോക്കിയാൽ മതി. യു എടുക്കുമ്പോൾ ആദ്യം ഈക്വലും ഇതോടെ ചേരുമ്പോൾ എന്താണ്? ലെസ് ദാൻ തന്നെ ആണല്ലോ. ദെൻ ലെസ് ദാനും ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഞാൻ പറഞ്ഞത് എന്താണ്? ലെസ് ദാൻ ആണ് വരുന്നത്. അതായത് ഇങ്ങനെയാണ് വരണ്ടേ. അപ്പോൾ ആരുടെ നേരെയാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? ഇസഡിൻ്റെ നേരെയാണ്. ഇവിടെ ഇസഡിൻ്റെ നേരെയല്ലേ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതും എന്താണ്? ശരിയാണ്. വീണ്ടും ഇസഡിനെ യുവിനെ വെച്ചുള്ള കാര്യമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞു ആരുടെ നേരെയാണ് ഓപ്പൺ ആയിട്ടിരിക്കേണ്ടത്? ഇസഡിൻ്റെ നേരെയാണ്. ഇവിടെ യുവിൻ്റെ നേരെയല്ല. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. അപ്പോൾ എന്താണ് ആൻസർ? ഓൺലി 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ വരും. ക്ലിയർ ആയ? ഇവിടെ 1, 2 ആണ് ശരിയായിട്ടുള്ള കൺക്ലൂഷൻസ്.
അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഇൻഇക്വാളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുന്ന ആളാരാണ്? ഇവിടെ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളാരാണ്? n ആണ്. ക്ലിയർ ആണ്. അപ്പോൾ ഈ n ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. n ഈക്വൽ ടു ആർ ഇങ്ങനെ വേണമെങ്കിൽ എഴുതിയിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം പറഞ്ഞേക്കുന്നത് എന്താണ്? ആർ ഗ്രേറ്റർ ദാൻ എൽ. അപ്പോൾ നിങ്ങൾ നോക്കുക, ആദ്യം എൽ, രണ്ടാമത് ആറും ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കിടക്കുന്ന ഓർഡറിൽ തന്നെ നോക്കുക, എന്നിട്ട് അതിന് ശരിയാണോ തെറ്റാണോ നോക്കിയാൽ പോരെ. അപ്പോൾ എൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ചേർന്നാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ ആണല്ലോ. അപ്പോൾ എൽ ഗ്രേറ്റർ ദാൻ ആർ എന്നാണ് വരുന്നത്. അവർ എഴുതിയേക്കുന്ന രീതിയിലേക്ക് മാറ്റിയാൽ, ആർ ആദ്യം എഴുതിയാൽ എൽ രണ്ടാമത് എഴുതിയാൽ ഇത് തിരിയുമല്ലോ. എല്ലിൻ്റെ നേരെയാണല്ലോ ഓപ്പൺ, എല്ലിൻ്റെ നേരെയാണ് ഓപ്പണായിട്ട് വരേണ്ടത്. അവർ ആറിൻ്റെ നേരെയാണ് ഓപ്പണായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താണിത്? തെറ്റാണ്. ക്ലിയർ ആയി? എല്ലാണ് വലുതായിട്ട് വരേണ്ടത്. ഇനി ആർ ലെസ് ദാൻ എം. ഇപ്പോൾ ആറും എമ്മും തമ്മിലാണല്ലോ. അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് എം ടു ആർ നോക്കാം. എം ഓക്കെ, ഇത് രണ്ടോട് ചേരുമ്പം അറിയാം എന്താണ്? ഗ്രേറ്റർ ദാൻ. ദെൻ ഇത് രണ്ടോട് ഈ ഇവിടുത്തെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഗ്രേറ്റർ ദാനും ഈ ഈക്വലോട് ചേരുമ്പോൾ എന്താണ്? അന്നേരവും ഗ്രേറ്റർ ദാൻ തന്നെയാണ്. അതായത് എം ഗ്രേറ്റർ ദാൻ ആർ. തിരിച്ചെഴുതുവാണെങ്കിൽ എമ്മിൻ്റെ നേരെയാണ് ഓപ്പൺ, എമ്മിൻ്റെ നേരെയാണ് ഓപ്പൺ എന്ന് നോക്കിയാൽ മതി. എമ്മിൻ്റെ നേരെ തന്നെയാണ് ഓപ്പൺ. അപ്പോൾ എന്താണ് ആൻസർ? ഓൺലി കൺക്ലൂഷൻ 2 ഫോളോ എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കുക, തെറ്റിപ്പോകരുത്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്ന ആളാരാണ്? ഒ ആണ്. ഓക്കെ, ഇവിടെ വരുന്നത് ഒ ആണ്. അപ്പോൾ ഒ വെച്ചിട്ടാണ് നമ്മളിതിനെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം അവർ പറഞ്ഞേക്കുന്നത് ഇസഡ് ഗ്രേറ്റർ ദാൻ വൈ എന്നാണ്. അപ്പോൾ ഇസഡും വൈയും തമ്മിലുള്ള റിലേഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇസഡിൽ നിന്ന് വൈയിലേക്ക് പോകണം. അപ്പോൾ നോക്കി, ഇവിടെ ഇവർ രണ്ടുപേരും ഒരു ഇതിലല്ല, അതായത് കോമ വെച്ച് സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈയിൽ നിന്ന് ഇസഡിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇസഡിൽ നിന്ന് വൈയിലേക്ക് പോകാം, എങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇസഡിൽ നിന്ന് വൈയിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ കോമൺ ആയിട്ടുള്ള ആളാരാണ്? ഒ ആണ്. അപ്പോൾ ഒ വഴി നമുക്ക് രണ്ടുപേരും കണക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഇസഡിൽ നിന്ന് ഒയിലേക്ക് പോവുക. ഓക്കെ, ദെൻ ഓയിൽ നിന്ന് എന്ത് ഇവിടോട്ട് വരാം? ഓയിൽ നിന്ന് വൈയിലേക്ക് വരാം. ക്ലിയർ ആയോ? ഇപ്പോൾ ഇസഡിൽ നിന്ന് ഓയിലേക്ക് പോകുമ്പോൾ എന്താ അവിടെ കിടക്കുന്നത്? ഈക്വൽ ആണല്ലോ, ഈക്വൽ ആണ്. പിന്നെ ഓയിൽ നിന്ന് വൈയിലേക്ക് വരുമ്പോൾ ഒരു ഗ്രേറ്റർ ദാൻ ഉണ്ട്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ഇവരുടെ മൂന്നിൻ്റെ റിസൾട്ടൻ്റ് എടുത്ത് ഇവർ രണ്ടുകൂടെ ചേർന്ന് എന്താണ്? ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ഇത് രണ്ടുകൂടെ ചേർന്നാലും എന്താണ്? ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ഇസഡ് ഗ്രേറ്റർ ദാൻ വൈ, ഇതാണ് കറക്റ്റ്. അതാണല്ലേ അവർ തന്നേക്കുന്നത്, അതിനല്ലേ അവർ തന്നേക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത കൺക്ലൂഷൻ, സി ലെസ് ദാൻ. അപ്പോൾ ഇവിടെ സി ഒയും ഒരേ ലൈനിൽ തന്നെ ഉണ്ട്. ഇവിടെ കോമ വെച്ച് സെപ്പറേറ്റ് ആയിട്ടില്ല, ഒരേ ലൈനിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ എന്താണ്? അതാണ്ട് ഇത് രണ്ടുകൂടെ ചേരുമോ? ഇത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നമുക്ക് എന്താ? രണ്ട് ഓപ്പോസിറ്റ് ആൾക്കാരെ, അപ്പോൾ തന്നെ എന്താണ്? നോ റിസൾട്ട് വരും. പിന്നെ ആ നോ റിസൾട്ടും ഇതിൻ്റെ കൂടെ എടുക്കേണ്ട, അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും ഒരു നോ റിസൾട്ട് വന്നാൽ, അതായത് രണ്ട് ഓപ്പോസിറ്റ് ആൾക്കാർ വന്നാൽ പിന്നെ ബാക്കി നോക്കേണ്ട കാര്യമില്ല. എന്താണത്? തെറ്റാണ്. അപ്പോൾ ആൻസർ ആയി ഓൺലി 1 ഈസ് അപ്രോപ്രിയേറ്റ്. ഓൺലി കൺക്ലൂഷൻ 1 ഈസ് അപ്രോപ്രിയേറ്റ്. ക്ലിയർ ആയ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം L to N അല്ലേ. അപ്പോൾ നോക്കി, ഇത് രണ്ടുകൂടെ ചേർന്നാൽ ലെസ് ദാൻ, ഇത് രണ്ടുകൂടെ ചേർന്നാലും ലെസ് ദാൻ. അപ്പോൾ എന്താണ്? L ലെസ് ദാൻ N. ഇപ്പോൾ എന്താണ്? ശരിയാണ്. K ഗ്രേറ്റർ ദാൻ N. അപ്പോൾ ഇവിടെ തിരിച്ചാണ്. അപ്പോൾ M to K എടുക്കുക, എന്നിട്ട് തിരിച്ച് നോക്കിയാൽ പോരെ. അപ്പോൾ ഇതെടുക്കുമ്പോൾ രണ്ടുകൂടെ ചേർന്നാൽ എന്താണ്? ലെസ് ദാൻ ആണ്. അപ്പോൾ M ലെസ് ദാൻ K. അപ്പോൾ ആരുടെ നേരെയാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? Kയുടെ നേരെ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? Kയുടെ നേരെയല്ലേ. അപ്പോൾ അതും എന്താണ്? ശരിയാണ്. ഇനി R ഉം N ഉം എടുക്കാം. ഓക്കെ, R to N വളരെ എളുപ്പം എടുക്കുന്നുണ്ട്. രണ്ട് ലെസ് ദാൻ ചേർന്ന് എന്താണ്? R ലെസ് ദാൻ N. അത് ശരിയാണ്. ഇവിടെ എന്താണ് ആൻസർ? ഓൾ കൺക്ലൂഷൻസ് ആർ കറക്റ്റ് എന്നുള്ള, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആയോ? ഓൾ ആർ അപ്രോപ്രിയേറ്റ് എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ ഒരു കോമയുണ്ട്, നോക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ആൾ ഇ ആണ്. ഇപ്പോൾ ജെ ഗ്രേറ്റർ ദാൻ ഡി അല്ല എന്ന് തന്നേക്കുന്നത്. അപ്പോൾ നോക്കി, ജെയും ഡിയും ഒരു ലൈനിലല്ല. അപ്പോൾ ആറ് വഴി അവിടോട്ട് എത്താൻ പറ്റൂ? ഈ വഴി എത്താൻ പറ്റും. അതായത് ജെ ടു ഇ പോവുക, ദെൻ ഇ ടു ഡി പോവുക. അപ്പോൾ നോക്കി, ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ. ഇനി നമ്മൾ എഴുതുമ്പോൾ ഇ ആദ്യവും ഡി രണ്ടാമതാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ ഇയുടെ നേരെയല്ലേ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇയുടെ നേരെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന രീതിയിൽ എടുക്കുക. ഇങ്ങനെയാണല്ലോ വരുന്നത്, ഇങ്ങനെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക? ജെയും ഡിയും നമ്മൾ എടുക്കുക. അപ്പോൾ ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ എന്താണ്? ഒരേപോലത്തെ രണ്ട് സൈനുകൾ ചേർന്നാൽ ഇങ്ങനെയല്ലേ വരണ്ടേ. ഇപ്പോൾ ജെ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഡി ആണ്. പക്ഷേ ഇത് ജസ്റ്റ് ഗ്രേറ്റർ ദാനേ ഉള്ളൂ, ഈക്വൽ ടു ഇല്ല. അപ്പോൾ ഇതെന്താണ്? അത് ശരിയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. രണ്ടും വന്നാലേ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് തെറ്റാണ്. ഇപ്പോൾ രണ്ടാമത്തേനകത്ത് ജെയും ഡിയും അല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച കാര്യം തന്നെയാണ്. എന്താണ്? അതെന്താണ്? ശരിയാണ്. ഇനി ഇയും ഡിയും തമ്മിലാണല്ലോ. ഇയും ഡിയും തമ്മിൽ ഒരേ ലൈനിൽ തന്നെയാണല്ലോ കിടക്കുന്നത്. അവിടെ കോമയൊന്നും വെച്ച് സെപ്പറേറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വലും ചേർന്നാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ തന്നെയാണ്. ഇപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ ഡി കറക്റ്റ് ആയിട്ടുള്ള കൺക്ലൂഷനാണ്. അപ്പോൾ ഓൺലി
2 and 3 ആർ അപ്രോപ്രിയേറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് ഇൻഇക്വാളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 6 വെച്ചും തമ്മിൽ. അപ്പോൾ ആദ്യം എച്ച് ഇതാണ്ട് 2 ഗ്രേറ്റർ ദാൻ ഈക്വലോട് ചേർന്ന് എച്ച് ഗ്രേറ്റർ ദാൻ ആർ. ആരുടെ നേരെയാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? എച്ചിൻ്റെ നേരെ. ഇവിടെ അങ്ങനല്ലേ? ഇതെന്താണ്? ശരിയാണ്. അപ്പോൾ തിരിച്ചെഴുതണമെന്നില്ല, തിരിച്ചെഴുതിയാൽ കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. തിരിച്ചെഴുതുമ്പോൾ ആരുടെ നേരെ ഓപ്പൺ ആണോ? എച്ചിൻ്റെ നേരെ. അപ്പോൾ ഇത് രണ്ടും ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എന്താണോ കണ്ടുപിടിച്ചത് ശരിയാണ്. ഓക്കെ, എഫ് ഗ്രേറ്റർ ദാൻ ആർ ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ എന്താ വരും? ആർ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ലെസ് ദാൻ അല്ലേ? അപ്പോൾ ആരുടെ നേരെയാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? എഫിൻ്റെ നേരെ. ഇപ്പോൾ എഫിൻ്റെ നേരെ അല്ലേ അവർ തന്നേക്കുന്നതിനകത്തും? അത് എന്താണ് ശരി. ഇനി എച്ചും ജെയും നോക്കണം. അതാണ്ട് ഇവിടെ വരുമ്പം 2 ഓപ്പോസിറ്റ് സൈനുകൾ വരത്തില്ലേ? 2 ഓപ്പോസിറ്റ് സൈനുകൾ വരും. അപ്പോൾ എന്തായാലും നോ റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, എന്തായാലും തെറ്റായിരിക്കും. ഓൺലി 1 and 2 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരും. ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇൻഇക്വാളിറ്റിയുടെ ഭാഗത്ത് നിന്നും പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. എന്താ നമ്മുടെ ദിശ അക്കാഡമി, ദിശ ആപ്പ് വഴിയായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.